ആലപ്പുഴ കരുവാറ്റയിൽ വയോധികനെ കൊലപ്പെടുത്തിയത് കൗമാരക്കാരുടെ സംഘമെന്ന് കണ്ടെത്തൽ. കൊല്ലപ്പെട്ട ശിവൻകുട്ടിയുടെ ബന്ധുവായ 13-കാരി ഉൾപ്പെടെ 4 വിദ്യാർത്ഥികൾ പോലീസ് കസ്റ്റഡിയിലാണ്. കൊലപ്പെടുത്തുന്ന ദൃശ്യം വീഡിയോ കോളിലൂടെ ശിവൻകുട്ടിയുടെ ബന്ധുവിനെ കൗമാര സംഘം കാണിച്ചെന്നും പോലീസ്. ബന്ധുവായ പെൺകുട്ടിക്ക് ഐഫോൺ വാങ്ങാനും പരവൂർ സ്വദേശികളായ സുഹൃത്തുക്കൾക്ക് ബൈക്ക് വാങ്ങാനുമായി മോഷണം നടത്തുന്നതിനിടെയായിരുന്നു കൊലപാതകം. വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട്. അമൽ, ഏറെ ഞെട്ടിക്കുന്നതാണ്. ഇത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് ഐഫോൺ വാങ്ങാനും ബൈക്ക് വാങ്ങാനും ഒക്കെ ഒരു കൊലപാതകം നടത്തുക, മോഷണം നടത്തുക എന്നൊക്കെ പറയുന്നത് സമൂഹത്തെ സംബന്ധിച്ച്, കേൾക്കുന്നവരെ സംബന്ധിച്ച് വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ്. ലിൻഷ, തീർച്ചയായിട്ടും ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ശനിയാഴ്ച രാത്രിയിലാണ് ഇദ്ദേഹത്തിന്റെ കൊലപാതകം നടക്കുന്നത്. പിറ്റേന്ന് രാവിലെ, അതായത് ഞായറാഴ്ച രാവിലെയാണ് ഈ മൃതദേഹം ഇത്തരത്തിൽ വീടിനുള്ളിൽ കൈകൾ ബന്ധിച്ച നിലയിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും തുടർന്ന് പോലീസ് അന്വേഷണത്തിൽ ഇത് കൊലപാതകമാണ് എന്നൊരു സംശയം ആദ്യം തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് നടത്തിയ ഊർജിതമായിട്ടുള്ള അന്വേഷണത്തിലാണ് ഈ കുട്ടികളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ ശിവൻകുട്ടിയുടെ, അതായത് ആലപ്പുഴ ഹരിപ്പാട് കരുവാറ്റ സ്വദേശിയായിട്ടുള്ള ശിവൻകുട്ടിയുടെ ബന്ധുവായിട്ടുള്ള ഒരു പെൺകുട്ടിയും അതോടൊപ്പം തന്നെ മറ്റ് മൂന്ന് പേർ, അതായത് കൊല്ലം സ്വദേശികളായ 3 കൗമാരക്കാരുമാണ് ഇപ്പോൾ മൊത്തത്തിൽ 4 പേർ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഹരിപ്പാട് പോലീസ് ഇപ്പോൾ അവരെ കസ്റ്റഡിയിലുള്ളത്. അവരെ കൂടുതലായിട്ടുള്ള ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രാഥമികമായിട്ടുള്ള ചില വിവരങ്ങൾ മാത്രമാണ് പോലീസ് വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു കാര്യം സംബന്ധിച്ചിടത്തോളം പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരേ ഒരു സ്ഥിരീകരണം എന്നത് ഈ കൊലപാതകമാണ് എന്നുള്ളതാണ്. മറ്റൊരു വിവരം, അതായത് ഈ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു വിവരം എന്നത് ഈ പെൺകുട്ടിക്ക് ഐഫോണും, അതായത് കൊല്ലം സ്വദേശികളായിട്ടുള്ള മറ്റ് 3 കൗമാരക്കാർക്ക് ബൈക്കും വാങ്ങുവാൻ വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തിയ ഒരു മോഷണ ശ്രമം ആണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നൊരു രീതിയിലുള്ള ഒരു പ്രാഥമികമായ നിഗമനം നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങൾ, മറ്റെന്തെങ്കിലും മോട്ടിവേഷൻ ഉണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കൊലപാതകം നടത്തുന്നതിന്റെ വീഡിയോ കോളുകൾ അടക്കം ഈ പെൺകുട്ടിയെ കൗമാര സംഘം വിളിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിന് മറ്റെന്തെങ്കിലും തലമുണ്ടോ എന്നൊരു അന്വേഷണം സ്വാഭാവികമായിട്ടും പോലീസിന് അങ്ങനെ ഒരു സംശയമുണ്ട്. അതുകൂടി അന്വേഷിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലിൻഷ, ശരി, എന്തായാലും പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് ഇത്തരത്തിൽ കൊലപാതകം ചെയ്തത് എന്നുള്ളത് ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ്. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.